ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഭയങ്കര ഫ്രഷ് കോണ്ടന്റ് ആണ്. ഹൂ നോസ് മീ മോർ, അതാണ് നമ്മളുടെ കോണ്ടന്റ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് എന്റെ അനിയത്തിയാണ്. അനിയത്തിയുടെ പേര് പറയും, അഭിരാമി. അനിയത്തിയുടെ പേര് അഭിരാമി. ഇത് എന്റെ അനിയൻ അഖിലേഷ്. ഓക്കെ, ഇവർ രണ്ടുപേരും അങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടൊന്നുമില്ല. അപ്പൊ ഞാനും ഈ അടുത്തൊക്കെ തന്നെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. സോ എന്താ പറയാ, കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി ഒക്കെ ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ നമുക്ക് ഇന്നത്തെ കോണ്ടന്റിലോട്ട് കിടക്കാം. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇവരിൽ ആർക്കാണ് എന്നെ കൂടുതൽ അറിയുന്നതെന്ന് നമുക്ക് നോക്കാം. അതാരാതെ പുറത്തൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും, മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുമ്പോ അതിന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതിനെ കുറിച്ച് ആൻസർ പറയാം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പൊ അതിന് നിങ്ങളുടെ മനസ്സിലൊരു ആൻസർ ഉണ്ടാവുമല്ലോ, അത് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടു ഫ്രണ്ടിലോട്ട് ഞാൻ കുറച്ച് ബാക്കിൽ. ഓക്കെ, ഫസ്റ്റ് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. അതറിയാമെന്ന് എനിക്കറിയാമല്ലോ. അല്ല, ഫസ്റ്റ് എന്റെ പേര് ഓക്കെ. സെക്കൻഡ് തിങ്, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര്. ആദ്യമേ അറിയില്ലായിരുന്നു. നീ ഇല്ല, നിനക്കറിയാമായിരുന്നോ? എന്തെന്നായിരുന്നു? എന്താണ്? ഞാൻ നീ കുഞ്ഞിനോടേക്ക് കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്ന പൊസിഷന്റെ പേര്. ഞാൻ ഇപ്പൊ ഏത് പൊസിഷനിലാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്? ഏറ്റവും താഴെ അതല്ല, പൊസിഷന്റെ പേര്. ആങ്കർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എനിക്ക് എത്ര ഏജ് ഉണ്ട്? 21 വയസ്സ്. അതാണ് എന്റെ ഏജ് എന്ന് പറയുന്നത്. വയസ്സൊക്കെ ചില സമയത്ത് ഞാൻ മറന്നു. ചില സമയത്ത് എനിക്ക് തോന്നുന്നു 20 തന്നെയാണോ എന്ന് തോന്നുന്നു. ബർത്ത്ഡേ ഒക്കെ വന്നതൊന്നും അറിയണില്ല. ഓക്കെ, അപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുഞ്ഞനോടാണ് കേട്ടോ. അല്ലെങ്കിൽ നിനക്ക് അറിയില്ല, അപ്പൊ നീ വെള്ളം കേട്ട് പറയും, അതുകൊണ്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം അല്ലെങ്കിൽ സ്നാക്ക്, അതിപ്പോ നമ്മളുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാവും. പക്ഷെ എനിക്ക് പെട്ടെന്ന് കിട്ടിയാൽ ഞാൻ ഇപ്പൊ കഴിക്കും. അങ്ങനെയുള്ള ഒരു ഫുഡ് എന്താണ്? അല്ലെങ്കിൽ സ്നാക്ക് ഏതാണ്? അല്ലെങ്കിൽ സ്നാക്ക് ആയിക്കോട്ടെ, സ്നാക്ക് പറഞ്ഞാൽ മതി. ഫുഡ് വേണ്ട. ഫുഡ് അത് പറയാൻ പറ്റില്ല. അല്ല, മിച്ചറല്ല എന്ന് വെച്ചാൽ ഇപ്പൊ കിട്ടിയ നീ അതെന്താ നീ മകൻ നോക്കിട്ടല്ലേ? അല്ല, യെസ്, കായവർത്തം എനിക്ക് ഭയങ്കര. നിനക്ക് 1 പോയിന്റ് കേട്ടോ. അതായത് പോയിന്റ് എന്താ പറയാ, ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടണ ആൾക്ക് 10 രൂപയുടെ എന്തെങ്കിലും 10 രൂപയുടെ എന്തെങ്കിലും. ഇല്ല, വൈകുന്നേരം ചെറായില് ഞാൻ പറ്റില്ല. ചെറായിൽ ആകെ ഒരു കിട്ടണ ഞായറാഴ്ചയാണ്. ഇന്ന് ഞങ്ങളുടെ അമ്പലത്തില് കാവടി കണ്ടോ. ഞങ്ങളുടെ അമ്പലത്തിലല്ല, ചെറായി അമ്പലത്തില് കാവടിയാണ്. അപ്പൊ അതിന് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇന്ന് ആണ് പ്രിയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ മറ്റുള്ളവര് ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് ഭയങ്കര വൃത്തിയിട്ടാണ്. നിന്നോട്. അതായത് മറ്റുള്ളവർ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ് ആ ഒരു കാര്യം? അതിപ്പോ നീ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ എന്താണെങ്കിലും ആവാം. ഏറ്റവും കൂടുതൽ എനിക്കൊരു കാര്യം ഇഷ്ടമല്ല, ഭയങ്കര ഇറിറ്റേഷൻ ആണ്. ഓക്കെ, കഴിഞ്ഞോ? അതാണോ ആൻസർ? അതാണോ നിന്റെ ആൻസർ? അതാണ് ഉപദേശം. എന്തെങ്കിലും നിന്നെ കൺട്രോൾ ചെയ്യാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഉപദേശം എന്നെ കൺട്രോൾ ചെയ്യാൻ വരുന്നത് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും കേട്ട് അതൊക്കെ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റഡ് ആണ് ഞാൻ ഉറക്കത്തിൽ അത് ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാന്ന് പറഞ്ഞിട്ട് സാധാരണ എണീപ്പിക്കലല്ല, ഒരുമാതിരി ഒച്ചയൊക്കെ എടുത്ത് ചെവിട്ടില് വന്ന് കൂവി കാല് പിടിച്ച് വലിച്ച് അങ്ങനെയൊക്കെ എണീക്കും. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ വീട്ടില് ഇറിറ്റേറ്റഡ് ആവുന്നത്. അല്ലാണ്ട് എന്താ പറയാ, അല്ലറ ചില്ലറയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒന്നും ഞാൻ കെയർ ചെയ്യുന്നില്ല. അതിനൊക്കെയുള്ള പോം വഴിയും എങ്ങനെ മാറ്റേണ്ടതെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇത് എനിക്ക് മാറ്റേണ്ട എങ്ങനെയാന്ന് അറിയാം. ഇനി നെക്സ്റ്റ്, എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള എല്ലാവർക്കും അല്ല,
അതെ, എനിക്ക് എട്ടുകാരെല്ലാം ഭയങ്കര പേടിയാണ്. എട്ടുകാരി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ട് എട്ടാല് ബാത്റൂമിലുണ്ടാവുന്ന വൃത്തിയുടെ ബാത്റൂമിൽ പോലാണ്. പണ്ട് ഞാൻ 2ാം ക്ലാസ് പഠിച്ചിരുന്ന സമയത്ത് എട്ടുകാല് ബാത്റൂമിലുണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് ബാത്റൂം പോകാൻ ഭയങ്കര പേടിയാണ്. എനിക്ക് ഇപ്പോഴും എട്ടുകാല ഭയങ്കര പേടിയാണ്. എനിക്കിപ്പോ നമ്മള് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ മെട്രോ സ്റ്റേഷനിൽ ബാത്റൂം ഉണ്ടല്ലോ, മെട്രോ സ്റ്റേഷനിൽ ബാത്റൂമിൽ കയറാൻ വരെ എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ എട്ടുകാലം ഉണ്ടാവരുത്, അതെനിക്ക് ഭയങ്കര. അപ്പൊ അതിയെ ഇങ്ങനെ 4 മൂലയിൽ ഞാൻ നോക്കും ഇപ്പോഴും. അത് എവിടെ പോയിട്ടുണ്ടെങ്കിലും ഹോസ്റ്റലിൽ പോയി നിന്ന സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു. അത്രത്തോളം എനിക്ക് പേടിയുള്ളൊരു ജീവി വേറെ ഇല്ല. എനിക്കൊന്നും പാമ്പിനെ പോലെ എനിക്ക് ഇത്ര പേടിയുണ്ടാവില്ല കേട്ടോ. പേടിയൊക്കെ തന്നെയായിരിക്കും, പക്ഷെ എട്ടുകാലം കാണുമ്പോൾ വരുമ്പോ വല്ലാത്ത പേടിയുണ്ട്. ആ പേടി ഭയങ്കര സീനാണ് എനിക്ക്. എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നെന്ന് വെച്ചോ, ക്വസ്റ്റ്യൻ നമ്പർ 4 അല്ലേ ഇപ്പോ? ക്വസ്റ്റ്യൻ നമ്പർ 4 ആണെന്ന് തോന്നുന്നു. നമുക്ക് വീഡിയോ കാണുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തിടാം. ഓക്കെ, എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പോയി പറയുന്നത് ആരോടാണ്? അമ്മനോട്, അതെ, അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരനോട്. ഇനി അജു, നിനക്ക്? ഇവളോട് ഞാൻ പറയാറില്ല, ഇവളെ കാണാൻ പോലും സത്യം പറഞ്ഞാൽ കിട്ടാറില്ല. ഇവിടെ വല്ലപ്പോഴും വീട്ടിൽ വരുള്ളൂ. അപ്പോ അങ്ങനെ ഡെയിലി കോൺവെർസേഷൻ ഒന്നുമില്ല. എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയാറുണ്ട് കേട്ടോ. എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് വിളിച്ച് പറയാൻ തോന്നുന്നത് ഫ്രണ്ട്സിനോട് തന്നെയാണ്. ശരിയാണ്, എനിക്ക് കൂടുതൽ എന്താ പറയാ, എന്നെ മനസ്സിലാക്കണ അല്ലെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യാണ്ട് നമ്മളുടെ കാര്യങ്ങൾ കേൾക്കാന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ട്, അവരോടാണ് ഞാൻ പറയാറുള്ളത്. അത് കറക്റ്റ്. ഓക്കെ, ഇനി എനിക്ക് സ്ട്രെസ് വരാമെന്ന് വെച്ചോ. സ്ട്രെസ് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താ? ഒറ്റക്ക് കണ്ണാടി നോക്കി എനിക്ക് സ്ട്രെസ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാര്യത്തില് സ്ട്രെസ് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റക്ക് ഇങ്ങനെ പൊട്ടത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എന്താ പറയാ പറയണത് ചിലപ്പോ ഒരു ലോജിക്കില്ലാതായിരിക്കും. ചിലപ്പോ ഇന്ന് സംഭവിച്ച കാര്യം തുടങ്ങിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാസ്റ്റ് ആയിരിക്കും. കുറെ ഞാട്ടിങ്ങനെ സംസാരിക്കും. അത് ഞാൻ സ്ട്രെസ് വരുമ്പോ ചെയ്യാറുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്നെ കുറിച്ചിട്ട് ആളുകള് സാധാരണയായിട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം എന്താണ്? തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം, എന്നെ കുറിച്ചിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. മേക്കപ്പ് ആണെന്ന് ഞാൻ പറയട്ടെ, അങ്ങനെ പറഞ്ഞിട്ടില്ല. നിനക്ക് നിനക്ക് എനിക്ക് തോന്നുന്നത് തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യം എന്റെ ചില ഫ്രണ്ട്സ്, അതായത് ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, ഇപ്പൊ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അവര് എന്താ പറയാ, ഞാൻ ഭയങ്കര എന്തോ ഒരു വാക്ക് പറഞ്ഞല്ലോ അന്ന് അവര്, അങ്കരില്ല അന്ന് അവരെന്തോ വാക്ക് പറഞ്ഞു, എന്താണ് തള്ളിച്ച. അഞ്ജനക്ക് ഭയങ്കര തള്ളിച്ചയാണ് ഇപ്പോ എന്നുള്ളത് പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. തള്ളിച്ചാന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. തള്ളിച്ചാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൊങ്ങച്ചും ആരെ മൈൻഡ് ചെയ്യാണ്ട് അതാ എന്തോന്ന് തോന്നുന്നു, സ്വന്തം എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അത് അവർ തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്നതാണ്. അതാണെന്നുണ്ടെങ്കിലും ഇപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചക്ര പറയട്ടെ. ചക്രയോടെ കുറെ നേരം വെറുതെ ഇരിക്കുന്നതാണ്. എനിക്കിപ്പോ ഒരു ട്രിപ്പ് പോകാനായിട്ടൊരു അവസരം കിട്ടി, എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോകാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതൊരു ഡെസ്റ്റിനേഷൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോ കടലാവാം, മലപ്രദേശം ആവാം. മലപ്രദേശം എന്താ ഞാൻ പറഞ്ഞത്? ഹിൽ സ്റ്റേഷൻ ആവാം. എന്തിലായിരിക്കും പോവാനായിട്ട് ഞാൻ പോണം? ഇപ്പോഴത്തെ ഇപ്പൊ ഒരു പോവാനായിട്ടൊരു ചാൻസ് കിട്ടി, എവിടെ വേണമെങ്കിലും എനിക്ക് പോകട്ടെ, എവിടെ വേണമെങ്കിലും എനിക്ക് പോവാം. അപ്പൊ ഞാൻ കടപ്പുറം ഞങ്ങളുടെ വീടിന്റെ പറഞ്ഞിരുന്നെങ്കിൽ സമാധാനം കിട്ടാൻ ഇവിടെ വന്നിരുന്നാ മതി. അത് നമ്മളെപ്പോഴും സമാധാനം കിട്ടാനായിട്ട് എനിക്ക് കടപ്പുറത്ത് പോയിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. സമാധാനമല്ല, ഒരു ഭയങ്കര പീസാണ്. യെസ്, ഓഫ് കോഴ്സ് മഞ്ഞ്. കാരണം ഞാൻ ഇതുവരെ മഞ്ഞ് കണ്ടിട്ടില്ല, അപ്പൊ ഞാൻ ചൂസ് ചെയ്യുന്നത് മഞ്ഞായിരിക്കില്ലേ. മഞ്ഞ് അതറിയാം. അതായത് മറ്റേ മണാലി അവിടെ ആയിരിക്കും പോണത്. കാരണം കടൽ എനിക്ക് ഇപ്പൊ വിചാരിച്ച എനിക്ക് ഇപ്പൊ പോവാം, അത്രയും തൊട്ടടുത്താണ് കടല്. അതുകൊണ്ട് ഞാൻ കടൽ ഒരിക്കലും ചൂസ് ചെയ്യില്ല. പിന്നെ മറ്റേ കുന്നുമ്പുറത്താണെങ്കിലും മറ്റേ എവിടെയൊക്കെ ആണെങ്കിലും ഞാൻ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഒട്ടും കാണേണ്ടത് ഞാൻ മഞ്ഞാണ്. മഞ്ഞ് കാണേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോ, എനിക്ക് ഇപ്പൊ ഉള്ളൊരു ഡ്രീം എന്താണ്, അല്ലെങ്കിൽ ഇപ്പൊ ഉള്ളൊരു എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? മാസം 1 ലക്ഷം രൂപ പുറത്തു പോകണം.
പിന്നെ അതായത് ഇതൊക്കെ എന്താ പറയാ പുറത്തു പോകണമെന്ന് വെച്ചാൽ പുറത്തോട്ട് പോയി ജോലി നോക്കണം. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പണ്ട് എനിക്ക് ഉണ്ടായിരുന്നു ആ സാധനം, പുറത്തു പോയി ജോലി ചെയ്യണം. ഇപ്പൊ എനിക്ക് പുറത്തു അന്യനെ മര്യാദ നോക്കാം, തീറ്റ കൊടുക്കണം. അതൊട്ടില്ല. അതല്ലാണ്ട് തിന്നുന്നുണ്ടല്ലോ. പിന്നെ എന്താണ് ഇത് ബോഡി വെട്ടി കയറ്റുന്നോണ്ട് ആവശ്യമുള്ളത് ഇല്ലാത്തതൊക്കെ തിന്നുന്നുണ്ട് ഇല്ലേ? അതിനൊക്കെ വേറെ സ്ഥലത്ത് സെറ്റിലാവും. അങ്ങനെ അതല്ല ഇപ്പൊ, അതായത് ഇപ്പൊ ഇതൊക്കെ ചിലപ്പോ ഭാവിയില് ഇതൊക്കെ നമ്മൾ ഭാവിയിൽ ചിലപ്പോ ആലോചിക്കുമായിരിക്കും. ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനൊരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്തോണ്ടിരിക്കേണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യൂട്യൂബ് അതില് ഭയങ്കര ഒരു റീച്ച് ഒക്കെ കിട്ടി. റീച്ച് ഇട്ടൊന്നല്ല, നല്ല വ്യൂവേഴ്സ്, നല്ല സബ്സ്ക്രൈബേഴ്സ് ആവണം, നല്ല വ്യൂസ് ഒക്കെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന അതിന് എനിക്കിപ്പൊ അതിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അല്ല കുഞ്ഞനല്ല, വർക്ക് അല്ല വർക്കും അല്ല. വർക്ക് എനിക്കിപ്പോ ഇമ്പോർട്ടന്റ് ആണ്. നോ, മടിയുമല്ല. മടിയൊക്കെ ഇപ്പൊ ഞാനിപ്പോ ഭേദിച്ച് വരുന്നുണ്ട്. ആക്ച്വലി എനിക്കിപ്പോ വർക്ക് കളഞ്ഞിട്ട് എനിക്ക് ഫുൾ ടൈം ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവാൻ പറ്റില്ല. കാരണം ആ ഒരു ലെവലിൽ ഞാൻ എത്തിയിട്ടില്ല. സോ വർക്ക് അല്ല, ഒരിക്കലും വർക്കല്ല തടസ്സം. വർക്കും സമയമില്ലായിരുന്നു. യെസ്, ട്രാവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ 8 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 10 മണിക്കാണ് ഓഫീസ്. 8 മണിക്ക് ഇറങ്ങാറില്ലാത്ത വേറെ കാര്യം. എന്നാലും 10 മണിക്കാണ് നമ്മളുടെ ഓഫീസ് ടൈം. അതായത് 6 o'clock വൈകിട്ട് അത്ര സമയമുണ്ട്. അപ്പൊ ഈ ഒരു ടൈം നമുക്ക് ഓഫീസിലായിരുന്നു. പിന്നെ ട്രാവലിങ്ങിന് ഞാൻ എടുക്കുന്നത് ഏകദേശം ഒരു 3 മണിക്കൂറാണ്. അതായത് എനിക്ക് 3 ബസ് കയറണം. ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിലാണ് ടൈം 3 മണിക്കൂർ. ബ്ലോക്ക് ഇല്ലാതെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ എടുക്കും. അപ്പൊ അതുകൊണ്ട് എന്റെ അത്രയും ടൈമാണ് വേസ്റ്റ് ആവുന്നത്. എനിക്ക് ആ ടൈമും കൂടി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടിയും ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നാനുണ്ട്. അതുകൊണ്ട് ഞാനൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ പറയാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇവരൊട്ടും വീഡിയോന്റെ ഫ്രണ്ടിൽ വരാൻ താല്പര്യം ഇല്ലായിരുന്നു. സോ ഞാൻ നിർബന്ധിച്ച് വരുത്തിയതാണ് അല്ലേ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേണ്. അപ്പൊ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, ലവ് യു. ഉമ്മോടുക്ക് വൈൻഡപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ ഗൈസ്, ബൈ. പിള്ളേരെ വിളിച്ച് ടാറ്റ കൊടുക്കും.